ഓം നമോ ഭഗവതേ വാസുദേവായ. ഇങ്ങനെ കേട്ട നേരം ശൗനകൻ സൂതൻ തന്നോട് എങ്ങനെ ശുകൻ നൃപാചാര്യന ചമഞ്ഞതും മന്നവന ആത്മജ്ഞാനമങ്ങുപദേശിച്ചതും അന്യോന ഭക്തിയാ ഭഗവൽ കഥ കേൾപ്പിച്ചതും സന്ദേഹമൊഴിച്ചു ചൊൽക എന്നതു കേട്ട നേരം വന്ദിച്ചു ശുനകജനോടു സൂതനും ചൊന്നാൻ. മന്നവൻ അഭിമന്യു നന്ദനൻ രാജ്യം പാലിച്ചു. ഉന്നത ഭക്തിയാ രാജധർമ്മേണ വാഴും കാലം ചെന്നിതു വയസ്സ് 66 സംവത്സരം. അന്നൊരു ദിനം നായാട്ടിന് പോയി വനം പുക്കാൻ. മധ്യാഹ്നാദവമേറ്റു നായാടി ശ്രമിക്കുമ്പോൾ എത്രയും വരണ്ടൊരു ജിഹയോട് അവനീശൻ സൽക്കാരപൂർവം നമുക്കാരുപോൽ കുറഞ്ഞൊരു പുഷ്കരം തരുവതെന്ന് അന്വേഷിച്ചിടും നേരം കണ്ടിതങ്ങടുത്തൊരു താപസാശ്രമം. തത്ര കുണ്ടതയൊഴിഞ്ഞതിലുണ്ടൊരു തപോധനൻ. യോഗാഭ്യാസവും ചെയ്തു വാഴുന്നു താനേ തന്നെ. വേഗമോടവൻ മുന്നിൽ ചെന്ന് ചോദിച്ചാൻ നൃപൻ, ആരുള്ളത് ഇവിടെ? ആരിതൊന്നിരിക്കുന്നത്? ആരാനും കുറഞ്ഞൊരു വാരി നൽകുവാനുണ്ടോ? കേവലം നരവരണീവണ്ണം ചോദിച്ചതു താപസൻ സമാധിയിൽ ഉറപ്പിച്ചിരിക്കയാൽ കെട്ടതില്ല. അത് തന്നെ ധിക്കരിക്കാലത്രേ കൂട്ടാക്കായി പതിതെന്നോർത്തുടൻ നോക്കുന്നേരം മുമ്പിലങ്ങ് അവിടെ കാണാകിയ മൃതസർപ്പം വില്ലുകൊണ്ടെടുത്തുടൻ ചുമലിലിട്ടിടിനാൻ. താപസൻ അതും ചുമന്നിരിക്കും നേരം പശ്ചാത്താപമാനസനായ ഭൂപതി മന്ദം മന്ദം സേനയാസാകം നിജ രാജധാനിക്കു നടന്നാൻ. അതു കണ്ടാൻ കൃഷൻ എന്ന മാമുനിസുതൻ ലോകേശാജ്ഞയാ നാഗമ്മേവിന ശമീകജനാകിയ സഖിയോടു ചൊല്ലിനാൻ പരിഹാസാൽ. താതവൃത്താന്തം കെട്ടു ശൃംഗിയും ഗോപാൽ വിഷ്ണുരാധനെ ശപിച്ചു നിന്നിടിനാൻ മടിയാതെ. സാധുബാലനത്തിനു മുന്നമേ വിധിച്ചൊരു മേദിനീപതി കുലജാതനാം നൃപാധവൻ ബോധമന്യേ മമതാതനോടി ചെയ്ത അപരാധ കാരണം ഇന്നേക്ക് 7-ാം നാൾ അഹീന്ദ്രനം തക്ഷകൻ കടിച്ചുടൻ എത്തുക മരണം എന്ന അക്ഷണം ശപിച്ചു ചെന്ന് അജ്ജന വണങ്ങുവാൻ. കഴുത്തിൽ കിടക്കും കാകോദര ഗുണപം ചെറ്റഴുക്കുപുരളാതെ എടുത്തു കളയുമ്പോൾ രമിച്ചു സമാധിസ്ഥനാകിയ ശമീകനും സമചക്ഷുഭ്യാം ഇഴിച്ചുടനെ നോക്കുന്നേരം നമസ്കാരവും ചെയ്തു തൊഴുതു നിവർന്നു സംഭ്രമിച്ചു ആത്മജനെ കണ്ടു. എന്തിതെന്ന് അനുക്ഷണം ചോദിച്ച പിതാവിനോടുണ്ടായ വൃത്താന്തങ്ങൾ ഖേദിച്ചങ്ങുണർത്തിച്ച വാണികൾ കേൾക്കായപ്പോൾ താപസപ്രവരനും പുത്രനോട് ഉര ചെയ്താൻ. നീ പരമാർത്ഥഗ്രാഹിയല്ലെന്ന് വന്നിതിപ്പോൾ കേവലം സപ്തവ്യസനങ്ങളാൽ ഓരോ വിധം ഭൂവരന്മാർക്ക് പരിഭ്രമങ്ങൾ ഉണ്ടായി വരും. സാധുക്കളവയെല്ലാം അറിഞ്ഞു പൊറുക്കുന്നു. ക്രോധിച്ചു ശപിക്കുന്നത് ആചാരമല്ല. ഈ വണ്ണം ഭഗവൽ ഭക്തനായ നൃപനെ ശപിക്കയാൽ ഭഗവൽ പ്രസാദവും നമുക്കില്ലെന്നല്ലീ വരുന്നു. പുനരതുകൂടാതെ സന്തോഷിപ്പാൻ പരനായിക്കൊണ്ടു നമസ്കാരം എപ്പോഴും നാഥ. പിരഞ്ഞീ വണ്ണം പറഞ്ഞിരുന്ന മഹാമുനി തിരഞ്ഞു ഗൗരമുഖനാകിയ ശിഷ്യോത്തമം വിളിച്ചു രഹസ്യമായി അരുളിച്ചെയ്തേടിനാൻ. ഇളച്ചിടരുത്, ഞാൻ പറയുന്നത് കേൾ നീ. ധരിക്കെന്നിപ്പോൾ തന്നെ കുരുക്ഷേത്രത്തെ പ്രാപിച്ചിരിക്കും നൃപനോട്
ഈ അവസ്ഥയെല്ലാം ഭവാൻ പരക്കെ അറിയാതെ ചൊല്ലണം. നരവരൻ ധരിക്കും വണ്ണമെന്നങ്ങയച്ചോരളവൻ സുരശ്രേഷ്ഠാകാരം തോറ്റിരിക്കും പുരമ്പുക്കു. നരശ്രേഷ്ഠനെ കണ്ടുണ്ടായ അവസ്ഥകളെല്ലാം ധരിപ്പിച്ചളവ് അവൻ തന്നെ താൻ സമ്മാനിച്ചങ്ങിരുത്തി നമസ്കരിച്ച് ഒരു പ്രീത്യർത്ഥം ചൊന്നാൻ. മുന്നമേ മരിച്ചിരിപ്പോരു ഞാൻ ജഗന്നാഥൻ തന്നെ അനുഗ്രഹത്തിനാൽ ജീവിച്ചേൻ ഇത്ര നാളും. ഇന്നിനി മതിയത് എന്ന് എന്നോട് പരമാത്മാ തന്നുടെ നിയോഗത്തിൽ എന്തു സങ്കടം മുനേ. നന്നതു മരണമുണ്ട് ഇന്ന നാളിനി നിനക്കെന്നത് ആ മഹാത്മാവിന് എന്നോടിങ്ങറിയിപ്പാൻ തന്നുള്ളിൽ ഉദിച്ചതും ഈശ്വരാധീനം നമുക്ക്. എന്നിരിക്കലും അതിനൊന്നു ചെയ്യണം ഭവാൻ. ചെന്നുടൻ മുനിവരന്മാരോട് പരലോകത്തിന് അടിയനു മേലിൽ നല്ലത് വരും വണ്ണം ഖിന്നതയൊഴിഞ്ഞ് അനുഗ്രഹിപ്പാൻ ഉണർത്തിക്ക എന്ന് അന്യോനാദരം മുനിശിഷ്യനെ പറഞ്ഞുടൻ വന്ദനപൂർവം ക്ഷമാ നമസ്കാര അഭ്യർച്ചന ആനന്ദ സാധനങ്ങൾ കൊണ്ട് അന്യോനാദര ഭക്തിയാ തന്നെയും പരനെയും ഒന്നായി കണ്ട മനീഷൻ പിന്നെയും നമസ്കരിച്ച് അഞ്ജലി ഹസ്തത്തോടെ വന്ദനപൂർവം പരിചോടയച്ചനന്തരം മന്ദമെന്നിയെ മനകർണികാഗ്രാന്തർഭാഗേ തന്നുള്ളിൽ സകലാത്മാ തന്നെയും ധ്യാനിച്ചുകൊണ്ട് ഉന്നത ഭക്തിയ രാജ്യ ഐശ്വര്യാദി സമസ്തവും പുത്രങ്കൽ സമർപ്പിച്ചങ്ങ് ഏഷണത്രയങ്ങളും നിത്യരാഗാദികളും തെക്വാപി സവിദ്രുതം വിഗ്രഹം മാത്രം പരിഗ്രഹിച്ചു. സംഘങ്ങൾ തൻ ഉൾക്കാമ്പിൽ ഒന്നെങ്കിലും കൂടാതെ നിരന്തരം തക്ഷകൻ വന്നു ദംശിച്ചിടായ്വാനാകും വണ്ണം രക്ഷകൾ സിദ്ധ ഔഷധ മന്ത്രയന്ത്രാദ്യങ്ങളാൽ തൽക്ഷണേ ജയിപ്പിച്ചു. ജാങ്കുലികാഢ്യന്മാരം ഇക്ഷിതി സുരന്മാരോടൊത്തുടൻ പിരിയാതെ തൽക്ഷണേ മൃത്യുഞ്ജയ ജപങ്ങൾ കർമ്മങ്ങളും അത്തരം ഹോമങ്ങളും കൃത്വാ ദക്ഷിണകളും വിപ്രസത്യാദികളും ഓരോരോ വിധം ക്രമാൽ ഉൽപ്പന്നാനന്ദ ചിത്തനായി തുടങ്ങിനാൻ. മേന്മേൽ തക്ഷന്മാർ തമ്മെ വിളിപ്പിച്ചുകൊണ്ട് അനുക്ഷണം വൃക്ഷങ്ങൾ വെട്ടിക്കുറപ്പിച്ചതി ലഘുതരം ഗംഗയിൽ ഏകസ്തംഭാഗ്രത്തിങ്കൽ ദുരാരോഹമംഗല പ്രാസാദവും തീർപ്പിച്ചു. സമാപ്തിയാം ധർമ്മകർമാദികളും ചെയ്യിച്ചു. ദാനങ്ങളും നിർമ്മലം ചെയ്തു ശുദ്ധ്യാ സർവാശീർവാദത്തോടും ചെന്ന് അതിൻ മുകൾ മധ്യേ ബുക്കുദർഭകൾ വിരിച്ച് ഉന്നതൻ അനശനം ദീക്ഷിച്ചങ്ങുദീജിയെ നോക്കി വാണരുളിനാൻ മോക്ഷകാമ്യാർത്ഥം എന്നു കേൾക്കയാൽ അവനീ ദേവന്മാരും മുനീന്ദ്രനും ശീക്രമങ്ങുടൻ വന്ന് പാർത്ഥിവൻ തന്നെ കണ്ടു വായിക്കും ഉൾത്താപം കൊണ്ട് സംഭാവിച്ചതു നേരം ഗോത്രജിൽ സുതാത്മജ നന്ദനൻ അവർകളെ നേത്രഗോചരന്മാരായുദ്ധായ നമസ്കൃത്വ പാദ്യാർഘ്യാസനാദ്യങ്ങൾ കൊണ്ട് പൂജിച്ചു വന്ദിച്ച് ഹസ്തയാ സൽക്കാരം ചെയ്തിരുത്തിയിരുന്നുടൻ കാർത്തികേയോപമാനൻ മെല്ലവേ ചൊല്ലിയിടിനാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ.